afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good day, എല്ലാവരും. ഈ ക്ലാസ്സിൽ എടുക്കുന്നത് വായിച്ചു നോക്കിയാ എല്ലാവരും കഴിച്ചു അല്ലേ? ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിച്ചു. ഓക്കെ. എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആര് പറയും? എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ്. ക്ലിയർ ആയില്ല മാം, ഒന്നുകൂടി പറഞ്ഞേ. എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ് എന്തൊക്കെയായിരുന്നു? White choice, injections of ഒരാള് പറയോ? injection of fresh talent, motivational force, long-term benefits. മോട്ടിവേഷണൽ ഫോഴ്സ് എന്തായിരുന്നു? പറയാൻ പറ്റുമോ? മോട്ടിവേഷണൽ ഫോഴ്സ്. expensive, time consuming, demotivation, uncertainty. മോട്ടിവേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താ പറഞ്ഞത് നമ്മള്? ക്ലിയർ അല്ലല്ലോ. അഭിൻഷ പറഞ്ഞോളൂ. Indian employees are work hard and completed with external candidate search career growth. എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ കരിയർ മെച്ചപ്പെടുത്തിയെടുക്കുക, വർക്കില് എന്താണ് ലാഭം പ്രോഫിറ്റ് നോക്കി വർക്ക് പ്രോത്സാഹിപ്പിക്കുക. മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്തുണ്ടാവും? പ്രോത്സാഹനം കിട്ടും, വർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഇത് പ്രചോദനമാണല്ലേ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം നമുക്ക്. ഓക്കെ. നമ്മള് എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ് പറഞ്ഞു, ഡിമെറിറ്റ്സ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല്? പ്രാധാന്യം അല്ലെ? റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കേ, ഡിറ്റർമൈൻസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ആൻഡ് പ്രിപ്പയറിംഗ് potential job applicants for higher job positions. എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റിൽ it involves identifying and preparing potential job applicants for higher job position. അല്ലേ? നമ്മൾക്ക് ഈ റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനിൽ എന്തൊക്കെ വേക്കൻസീസ് ആണോ ഉണ്ടാകുന്നത് അതനുസരിച്ച് ആ വേക്കൻസിയിലോട്ട് വേണ്ടതായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നു? ഐഡന്റിഫൈ ചെയ്ത് ഇന്റർവ്യൂ നടത്തി ആ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നു അല്ലേ? ഓക്കെ. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഫോർ എവറി ഓർഗനൈസേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ആസ് പെർ ദ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ജോബ് ഇവാലുവേഷൻ ടാസ്ക്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എന്താണ് ഓരോരുത്തരെ അല്ലെങ്കിൽ ഓരോ കാൻഡിഡേറ്റ്സിനും നമ്മൾ വേക്കൻസീസ് വരുമ്പോൾ സെലക്ട് ചെയ്യുന്നത്? ഓർഗനൈസേഷന്റെ എക്സിസ്റ്റിംഗ് ഇപ്പോഴത്തെയും അതുപോലെ തന്നെ ഭാവിയിലേക്കും ഫ്യൂച്ചർ ആയിട്ടുള്ള നീഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നീഡ്സ് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെയും
ഫ്യൂച്ചറിലേക്കുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടല്ലേ അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ആളുകളെ നമ്മുടെ ഓർഗനൈസേഷനില് വാക്കൻസിയിലോട്ട് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് determines present and future requirements. Requirements എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യകതകൾ അല്ലെ? ഇപ്പോഴത്തെയും പ്രസന്റ് ആയിട്ടുള്ളതും ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ആളുകളെ നമ്മുടെ എന്തിലേക്ക് ഓർഗനൈസേഷനിലേക്ക് തെരഞ്ഞെടുക്കുന്നു. അതാണ് റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഇത്രയും അതിനകത്ത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത്രയും ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്. ക്ലിയർ ആണോ? Determines the present and future requirements. ഇപ്പോഴത്തെയും അതുപോലെ തന്നെ ഭാവിയിലെയും ആവശ്യകതകളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലേക്ക് ആളുകളെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നു. ഏതിലൂടെ? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ. ഇനി നെക്സ്റ്റ് എന്താണ്? Create and increase applicants pool. എന്താ പറയുന്നത്? Recruitment develop a pool of talent candidate to facilitate the selection of the most suitable candidates for the organization. അല്ലെ? റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ കാൻഡിഡേറ്റിനെയും നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള പല പല അപേക്ഷകൾ നമുക്ക് വരും അല്ലെ? വേക്കൻസി എന്ന് പറയുമ്പോൾ അപ്പൊ ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു gather an appropriate number of acceptable applicants for each job position at the minimum cost. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ നമ്മൾ എങ്ങനെയാണ് ഈ കാൻഡിഡേറ്റിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? ഏത് പോസ്റ്റിലായിരിക്കും? മിനിമം ആണോ മാക്സിമം ആണോ? ഏത് പോസ്റ്റ് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ആരിവിടില്ലേ? എന്തുപറ്റി? മിനിമം കോസ്റ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആളുകളെ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി എന്താണ്? It has been observed that the oath of selection to an organization rises with the increase in the pool of potential candidates. ഇങ്ങനെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നല്ല രീതിയിൽ ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷന്റെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അതിന്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നല്ല രീതിയിൽ ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ മൂല്യം അതെന്ത് ചെയ്യുന്നത്? വർദ്ധിച്ചു വരുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. Determines present and future requirements. അതുപോലെ എന്താണ്? Create and increase applicant pool. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നെക്സ്റ്റ് പറയാം. നിങ്ങൾ വായിച്ചു നോക്കിയൊന്ന്. സെക്കൻഡ് ഒരു പാരഗ്രാഫാണ് മിസ് പറഞ്ഞത്. അതിൽ സംശയമുണ്ടോ? ഇത്രയും വരെ എടുത്തതിലൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫ് മിസ് പറയണോ? സെക്കൻഡ് ഒന്നുകൂടി പറയാം. എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് അപ്ലിക്കന്റ് പൂൾ. അതിൽ പറയുന്നത് എന്താണ്? നമ്മള് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടതായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇനി അങ്ങനെ അവരെ തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ എങ്ങനെയാണ്? മാക്സിമം ആണോ മിനിമം കോസ്റ്റിലാണോ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? മിനിമം കോസ്റ്റ് വഴിയാണ് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ? മാക്സിമം കോസ്റ്റിലാണെങ്കിൽ എന്താണ്? കമ്പനിക്ക് നഷ്ടമാണ് അല്ലെ? ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് മിനിമം കോസ്റ്റിലൂടെ ആയിരിക്കണം ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ മിനിമം കോസ്റ്റ് വഴി സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഓർഗനൈസേഷനിൽ വർദ്ധിക്കുന്നതിലൂടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ മൂല്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിച്ചു വരുന്നു. കണക്ഷൻ കിട്ടിയോ? മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ മൂല്യവും വർദ്ധിച്ചു വരുന്നു. മനസ്സിലായോ സ്മിത? ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫിൽ ഇല്ലല്ലോ. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കോളൂ കേട്ടോ. In fact, a large group of qualified applicants indicates that there are more suitable applicants available for the vacant job position. The selection program, therefore, has the excellent possibility in recognizing only well-qualified individuals. On the other hand, if the recruitment program attracts a small number of applicants in comparison to the number of available positions, then a situation of repeating the entire recruitment process may occur. എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷനില് വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അതിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഇനി ഇപ്പൊ ഒരു കമ്പനിയിൽ എക്സാമ്പിൾ പറയാട്ടോ മിസ്റ്റർ, ഒരു കമ്പനിയിൽ ഒരു 10 വാക്കൻസി വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് ഇത്രയും വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അപ്പൊ എന്താണ്? അത് കണ്ടിട്ട് ആളുകള് അപ്ലിക്കേഷൻ അയക്കും അല്ലെ. 10 വേക്കൻസി ഒരു കമ്പനിയിലുണ്ട്. അപ്പോ അതിലേക്ക് ആളുകൾ അപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നത് 5 അപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ നടത്തി എന്താണ് 10 വേക്കൻസി കമ്പനിയിലുണ്ട്. ഈ 5 ആളുകളെ നമ്മൾ ഇന്റർവ്യൂ നടത്തി അതിൽ പറ്റിയ ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പൊ എന്താണ്? ബാക്കി ഉണ്ടാവോ? വേക്കൻസി ബാക്കി ഉണ്ടാവോ? 10 വേക്കൻസി ആണുള്ളത്, അതിൽ 5 പേരാണ് വന്നിരിക്കുന്നത് അല്ലെ. ബാക്കി 5 വേക്കൻസി എന്താണ്? ഫില്ലായിട്ടുണ്ടാവോ? ഇല്ല. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? പിന്നെയും ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? പിന്നെയും നമ്മൾ എന്താ ചെയ്യാം? 5 ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ നടത്തുന്നതിന് എന്ത് വേണം? ആഡ് കൊടുക്കണം അല്ലെ. ആഡ് കൊടുത്ത് ഇന്റർവ്യൂവിന് ക്ഷണിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കമ്പനിയിൽ വരുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ കമ്പനിയിലേക്ക് വാക്കൻസി ഒഴിവ് ഇത്ര ഒഴിവാണെങ്കിൽ, ഇത്ര എണ്ണം ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ, ഒരു വാക്കൻസി അല്ലെങ്കിൽ നമ്മൾ 10 വാക്കൻസി ആണുള്ളതെങ്കിൽ അതിലേക്ക് നമ്മൾ ആദ്യം ഇന്റർവ്യൂ നമ്മൾ എടുക്കും. ഇന്റർവ്യൂ എടുത്തിട്ട് ആളുകളെ കിട്ടിയില്ല, കറക്റ്റ് ആയിട്ട് വാക്കൻസി ഫില്ലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആഡ് കൊടുത്ത് എന്താണ് ആ വേക്കൻസി ഫില്ലാക്കേണ്ടതായിട്ട് വരുന്നത് എന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. വായിച്ചു നോക്കി. ഓക്കെയാണോ പാരഗ്രാഫ്?
Okay. Next ആണ് next important ആണ് increases success rate of selection by lowering the percentage of applicants who are either less qualified or who have the undesired KSAs. Important ആണ് ട്ടോ. Underline ചെയ്ത് വെക്കാം. Knowledge, skills and ability. Expand KSA എന്ന് ചോദിക്കാം. Okay, knowledge, skills and abilities. For the recruiting organization, recruitment increase the success rate of the selection process. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഏതൊക്കെ നോക്കിയിട്ടാണ്? അയാൾക്കുള്ള സ്കില്ല് അല്ലെ, നോളജ് നോക്കും, അതുപോലെ സ്കില്ല് നോക്കും, എബിലിറ്റി. ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരാളെ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ ഓർഗനൈസേഷനിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. Staff time, material and physical facilities are needed by this kind of processing. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ വേണം? ടൈം നോക്കണം, അതിനെ പറ്റി മെറ്റീരിയൽസ് വേണം അല്ലെ? ഇല്ലേ, ഇന്റർവ്യൂ നടത്താനായിട്ട് ടേബിൾ വേണം, ചെയർ വേണം, ഫർണിച്ചേഴ്സ് വേണം അല്ലെ? ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വെയിറ്റിംഗ് റൂമിലൊക്കെ ഫർണിച്ചേഴ്സ് വേണം. അതുപോലെ എംപ്ലോയർക്ക് എന്ത് വേണം? ടേബിൾ വേണം, ചെയർ വേണം അല്ലെ? വരുന്ന കാൻഡിഡേറ്റ്സിലേക്കാനായിട്ട് ചെയർസ് വേണം ഇല്ലേ? അങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും മെറ്റീരിയൽസും എല്ലാം ഇന്ത്യയിൽ വേണം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ആവശ്യമുണ്ട്. If the recruitment program, when applicants who do not match the requirements of the vacant job position, the result can be trouble. ഇനി നമ്മള് റിക്രൂട്ട്മെന്റ് അപ്പോ അങ്ങനെയുള്ളൊരു നല്ല രീതിയിൽ സെലക്ഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് സക്സസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മള് ഇന്റർവ്യൂ ഒക്കെ നടത്തി ആളുകളെ നമുക്ക് കമ്പനിയിലോട്ട് മാച്ച് ആയിട്ടുള്ള ആളുകളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം സ്ഥിതി? വീണ്ടും നമുക്ക് തടസ്സങ്ങൾ അല്ലെങ്കിൽ ട്രബിൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും എന്ത് ചെയ്യണം? The expenses done on evaluating the inappropriate candidate can go in vain. Moreover, the extra time required for determined human resource recruitment and selection increase the organizational expenses as well as. ഇനിയും നമുക്ക് മാക്സ് ആയിട്ടുള്ള ആളുകളെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും നമ്മള് അതിന് എന്ത് കൊടുക്കണം? അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നമ്മളെ ടൈം വേസ്റ്റ് ആവും, അതുപോലെ പല പല കോസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ സഫർ ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ? ആണോ? പിന്നെ നമുക്ക് എന്ത് വരും? നല്ല രീതിയിൽ ഒരാദ്യം റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തി നമുക്ക് മാച്ച് ആയിട്ടുള്ള ആളുകളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കോസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? നമ്മുടെ ടൈം വേസ്റ്റ് ആവും ഇല്ലേ? ഓക്കെ, അതൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ടത് KSA, നോളജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റി അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് മീറ്റ്സ് ഓർഗനൈസേഷൻസ് ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലിഗേഷൻസ് കരാറ് ട്ടോ. ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ കരാറ്. ഓക്കെ, the objective of recruitment is to meet the organization's legal and social obligations concerning the demographic composition of the workers, of its workers. An organization's compliance with the various laws and directives as frequently be judged by the demographic features of those recruited and selected. The demographic features of selected candidates are directly proportional to the features of the applicant pool. If the recruitment program fails,
to provide a craft with pool of applicants, then it is quite apparent that the selection program will not be able to fulfill the required set of skilled personnel. എന്താണ് means obligations എന്ന് പറഞ്ഞാല് ചെറുതാക്കി മിസ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോ നമ്മൾ പഠിച്ചു ഒരു ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് അവരുടേതായിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതുവഴിയാണ് നമുക്ക് എന്ത് ആളുകളെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ എംപ്ലോയർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഒരാൾക്ക് അല്ലെങ്കിൽ എംപ്ലോയർക്ക് അല്ലെങ്കിൽ മാനേജർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇല്ല, പറ്റില്ല. കാരണം എന്താണ്, ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള പോളിസീസ് ഉണ്ട് അല്ലെ, പല നിയമവശങ്ങളുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലെ. അതനുസരിച്ചിട്ട് വേണം നമ്മുടെ കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ആളുകളെ സെലക്ട് ചെയ്യുമ്പോ ഇപ്പോ നിങ്ങൾ ചിലപ്പോ ജോലിക്കാരെ ആവശ്യമുണ്ടെന്നൊക്കെ നമ്മള് പല ആഡിലും കാണുമ്പോ വിളിച്ച് ചോദിക്കുമ്പോ പറയാറുണ്ടല്ലേ. ഇപ്പോ എറണാകുളത്താണ് കമ്പനിയെങ്കിൽ അവിടെ അടുത്താണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ വീട് ആ ഭാഗത്ത് എവിടെയെങ്കിലും അടുത്താണോ ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താണ് പറയാറുണ്ടല്ലോ. ഇപ്പൊ ഞാനായാലും ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ പല വേക്കൻസീസ് പേപ്പറിലൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ വാട്സപ്പില് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുമ്പോ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോ അവര് പറയും ഇപ്പൊ ആലുവയിൽ എന്തോ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അടുത്താണോ, അടുത്തുള്ളവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് നഷ്ടം വരുന്നത് കമ്പനിക്ക്? അടുത്തുള്ളവർക്ക് മുൻഗണന കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ എന്തായിരിക്കാം കമ്പനി ചോദിക്കുന്നത്? അല്ലെങ്കിൽ കമ്പനിക്ക് എന്താണ് അകലെയുള്ളവരെടുത്ത് കഴിഞ്ഞാൽ നഷ്ടം വരുന്നത് പറയാൻ പറ്റുമോ? എന്തൊക്കെ നഷ്ടങ്ങളാണ് വരാ അവർക്ക്? ടൈം കറക്റ്റ് ആണ്. സാലറി ഓക്കെ. പിന്നെ ടീം, വെരി ഗുഡ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ലെ. ഇപ്പോ എന്താണ് എറണാകുളത്തുള്ള കമ്പനി ആണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് താമസ സൗകര്യം അല്ലെ, അതുപോലെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ഏർപ്പാടാക്കി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ചില കമ്പനീസ് ഏർപ്പാടാക്കി തരാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, കമ്പനിയുടെ അടുത്തുള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് എന്താണ്, കാൻഡിഡേറ്റിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നോക്കിയിട്ടായിരിക്കും. അടുത്തുള്ള ആളാണോ, അതുപോലെ കമ്പനി ഓപ്പൺ ആക്കുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോ അല്ലെ, ടൈം ഡിസ്റ്റൻസ് ഒക്കെ അവർ നോക്കും. അതുപോലെ തന്നെ സാലറി എന്താണ്, കൂടുതൽ അകലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ബസ് ഫെയർ ഒക്കെ കൂടുതലാവും. അപ്പൊ അതനുസരിച്ചുള്ള സാലറി ഇവിടെ ഇല്ലെങ്കിൽ അവര് നിൽക്കോ, കമ്പനിയിൽ നിൽക്കാൻ ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതാണ് പറയുന്നത്, കമ്പനിയിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നോക്കിയിട്ട് വേണം candidates-നെ select ചെയ്യാനായിട്ട്. The demographic features of selected candidates are directly proportional to the features of the applicant pool. Okay, മനസ്സിലായോ? Demographic features നോക്കിയിട്ട് വേണം ആളുകളെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു സെലക്ഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ കമ്പനി സക്സസിലേക്ക് പോകില്ല, കമ്പനി ഫെയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? കമ്പനിക്ക് നഷ്ടം വരാം അല്ലെ. ഫുഡ് അതുപോലെ എന്താണ് അക്കോമഡേഷൻ റെന്റ് ഇതൊക്കെ കൊടുക്കുമ്പോ എന്താണ് കമ്പനിക്ക് നഷ്ടം, കമ്പനിയുടെ കയ്യിൽ നിന്നാണ് എടുത്ത് അത് അവർക്കുള്ള ചെലവ് കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ എന്താണ് കമ്പനിക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കമ്പനിയുടെ ആ പരിസരത്ത് അടുത്തുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അപ്ലിക്കന്റിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, എന്താണ് അടുത്തുള്ള ആളാണോ, അല്ലെങ്കിൽ എന്താണ് ഇത്ര സാലറി മതിയോ പോലുള്ള, ചിലപ്പോൾ ഇത്ര സാലറി തരാൻ പറ്റുള്ളൂ നമുക്ക് പറയുമ്പോൾ എന്താണ് ചിലവര് വേണ്ട ജോലി ഉപേക്ഷിച്ച് പോവാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം
നമ്മള് ആളുകളെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് രണ്ട് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. Increase success rate of selection, meet obligations, meet organizational obligations. ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ നെക്സ്റ്റ് രണ്ട് സെന്റൻസുകളുള്ളൂ, രണ്ട് പോയിന്റ്സ് കൂടെ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ, അഞ്ചാമത്തെ പോയിന്റ്, ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് ഇഫക്റ്റീവ്നെസ്. The present as well as the future effectiveness of the individual and the organization get increased due to recruitment. It also assesses the effectiveness of the variety recruiting methods and sources for all type of job applicants. എന്താണ് ഇപ്പോ കമ്പനിയുടെ പ്രസന്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചർ ആയിട്ടുള്ള ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കും അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് ഫ്യൂച്ചറിലെയും പ്രസന്റിലെയും ആവശ്യങ്ങൾ നല്ല രീതിയിൽ നല്ല കമ്പനീസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇനി അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഏതൊക്കെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം? ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റിക്രൂട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ആളുകളെ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നാളെ ഒരാളെ ആവശ്യമുണ്ട് നമുക്ക്, വേക്കൻസി വന്നു, പെട്ടെന്ന് തന്നെ ആളെ വേണം, നാളെ വേണം. അപ്പോ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളെ കിട്ടുമോ? പെട്ടെന്ന് നാളേക്ക് ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ കമ്പനി ചെയ്യേണ്ടത്? അല്ല അല്ലേ, ഇല്ല. എപ്പോഴാണോ ആ പൊസിഷനിൽ നിന്ന് ആള് ഒഴിഞ്ഞു പോയത് ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? ആഡ്സുകൾ ഇടുന്നു അല്ലെ. പേപ്പറിലായാലും സോഷ്യൽ മീഡിയ വഴിയും പല പല വെറൈറ്റി ഓഫ് ആഡ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ കമ്പനിക്ക് യോജിച്ച ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് കിട്ടും അല്ലെ. നമുക്കറിയാം ഇൻഡീഡ് ഉണ്ട്, ലിങ്ക്ഡ്ഇൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നൗക്കറി, അതുപോലുള്ള പല
വഴിയും പല സോഷ്യൽ മീഡിയ വഴിയും സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ പേപ്പർ ഇതിലൊക്കെ പല ആക്സുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതുവഴി നമുക്ക് ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഡിഫറെന്റ് മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനിയിലേക്ക് ആളുകളെ ഇത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പറഞ്ഞത് ക്ലിയർ ആയോ? Increase effect and effectiveness. Increase and evaluate effectiveness. Companies ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ പ്രസന്റിലും നല്ല രീതിയിലുള്ള എഫക്റ്റീവ്നെസ് ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും എഫക്റ്റീവ്നെസ് വഴി കമ്പനീസ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിനായിട്ട് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നതായിട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഡിഫറെന്റ് വെറൈറ്റി ഓഫ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അല്ലെ, സോഷ്യൽ മീഡിയയുണ്ട്, പല പല കമ്പനീസിന്റെ പോർട്ടൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പേപ്പർ, അങ്ങനെ പല മെത്തേഡ്സിലൂടെയും ആളുകളെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റെഡ്യൂസ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ടേൺ ഓവർ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന? ടേൺ ഓവർ കൊഴിഞ്ഞു പോക്ക് കേട്ടോ, കൊഴിഞ്ഞു പോക്ക്. Reduce turnover, കൊഴിഞ്ഞു പോക്ക്. Once recruited and selected, the recruitment process minimize the chances that the job applicant will quit the organization in the initial phase of placement. This is resulting in reduction of potential employees. ഇനി ഇങ്ങനെയെല്ലാം ഈ കൊഴിഞ്ഞു പോക്ക്, എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ഈ ടേൺ ഓവർ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഇപ്പോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയും നമ്മള് ഇത്ര സാലറി നമുക്ക് തരാൻ പറ്റുള്ളൂ, പറയാറില്ലേ? ചില കമ്പനീസ് പറയാറുണ്ട് അല്ലെ, ഇത്ര സാലറിയാണ്, ഇത്ര മണിക്കൂർ നമ്മൾ പണിയെടുക്കണം, അല്ലെങ്കിൽ ഇവിടെ എത്തേണ്ടത് എത്ര മണിക്കാണ്, അതുപോലെ തന്നെ എന്താണ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ജോലി, നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യേണ്ട ജോബ് എന്താണ്, ഇതൊക്കെ പറഞ്ഞു തരാറില്ലേ ഇന്റർവ്യൂസിൽ? തരാറുണ്ടോ? പറയാറുണ്ടല്ലേ? ഓരോ വേക്കൻസി നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ പറയാറുണ്ട് ഇത്രയായിരിക്കും സാലറി, ഇത്ര രൂപ തരുള്ളൂ അല്ലെ. സാലറി കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആളുകൾ വേണ്ടാന്ന് വെച്ച് പോവാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഒരു കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡ്യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് ആ ജോബ് അല്ലെങ്കിൽ ഏറ്റെടുക്കും, അല്ലെങ്കിൽ എന്താണ് വേണ്ടാന്ന് വെച്ച് പോകുന്നുണ്ട് അല്ലെ, വേണ്ടാന്ന് വെച്ചവര് പോകും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് അവര് ആ ജോബ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൊഴിഞ്ഞു പോക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് ഇഫക്റ്റീവ്നെസ്, അതുപോലെ റിഡ്യൂസ് ടേൺ ഓവർ. ക്ലിയർ ആണ്? ഓക്കെ, നമ്മള് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് വൺ എന്താണ്? ഡിറ്റർമൈൻസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്, ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് അപ്ലിക്കന്റ് പൂൾ, increase success rate of selection, meet organizations obligations, increase and evaluate effectiveness, reduce turnover. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഇനി എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മള് നെക്സ്റ്റ് സെലക്ഷനിലോട്ട് കിടന്നു കേട്ടോ. റിക്രൂട്ട്മെന്റ് അവസാനിച്ചു, ഇനി നമ്മൾ കിടക്കുന്നത് സെലക്ഷൻ ആണ്. ഓക്കെ, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ് സെലക്ഷൻ? ഇത്ര നാളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ. സെലക്ഷൻ എന്താണ്? അറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞേ. ഇതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് തിരഞ്ഞെടുക്കുക അല്ലെ. ആളുകളെ നമ്മള്
ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നോക്കാട്ടെ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്. കൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ. Selection refers to a process in which individuals are selected from the list of the job applicants, processing the required knowledge and skills for the job to be performed in an organization. Just mark selection എന്താണ്? Refers to a process in which individuals are selected from the list of job applicants, processing the required knowledge and skills for the job to be performed in the organization. Organization ജോബ് ചെയ്യാനായിട്ട്, ഓർഗനൈസേഷനിൽ നിലവിലുള്ള ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകളും നോളജും ഉള്ള ആളുകളെ നമ്മൾ എന്തിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മളൊരു വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും നമ്മള് ബയോഡാറ്റ ആയിരിക്കും അല്ലെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കുറെ അധികം ബയോഡാറ്റകൾ ഉണ്ടാകും, അതിൽ നിന്ന് നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ, ആ ലിസ്റ്റിൽ നിന്ന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. മാർക്ക് ചെയ്ത് വെച്ചോ? ഇനി എന്താണ്? സെലക്ഷൻ ഈസ് ദ പ്രോസസ് which include various phases such as in selection ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് നോക്കാട്ടോ. Viewing the applicants in order to check whether they are suitable for the job or not. Selecting the right ones from the list of applicants and rejecting the rest. Okay, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് സെലക്ഷൻ പ്രോസസ്സിന്? രണ്ട് ഡിഫറെന്റ് ഫേസസ് ഉണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കമ്പനിയിലേക്ക്. എന്താണ്? ജോലിക്ക് അനുയോജ്യരാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായി അപേക്ഷകരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവലോകനം ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ജോലിക്ക് അവര് അനുയോജ്യരാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? അപേക്ഷകരെ അവലോകനം ചെയ്യുന്നു. ഇനി എന്താണ്? അപേക്ഷകരുടെ പട്ടികയിൽ നിന്ന് ശരിയായവരെ തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളവരെ എന്ത് ചെയ്ത് കളയുന്നു? എന്താ ചെയ്യാ? അപേക്ഷകരുടെ പട്ടികയിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ നമ്മള് റിജക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, രണ്ട് അല്ലെങ്കിൽ വാരിയസ് കേസസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സെലക്ഷനിലൂടെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. രണ്ട് രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജോലിക്ക് അനുയോജ്യരാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് അപേക്ഷകരെ അവലോകനം ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താണ്? അപേക്ഷകരുടെ പട്ടികയിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ റിജക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, Therefore, selection can be regarded as a negative process in its application, as its main aim to reject as many unsuitable individuals as possible, so as to get right and appropriate candidate for the organization. ഈ സെലക്ഷൻ പ്രോസസ്സിനെ നമ്മള് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. അതെന്തായിരിക്കാം കാരണം? അങ്ങനെ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാനായിട്ട് എന്തായിരിക്കാം കാരണം? സെലക്ഷനെ നെഗറ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. എന്തായിരിക്കാം അങ്ങനെ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്? ഏതർത്ഥത്തിലായിരിക്കാം അങ്ങനെ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? അത് തന്നെ. എന്താണ്? നമ്മൾക്ക് അനുയോജ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്ത് കളയുന്നുണ്ട്? റിജക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ്, ആ അർത്ഥത്തിലാണ് സെലക്ഷൻ പ്രോസസ് നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ?
ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോ അതുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ് പ്രോസസ് ആണ് സെലക്ഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇത്രയും ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സെലക്ഷന്റെ കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത്? സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ജോബ് ചെയ്യാനായിട്ട് സ്കില്ലും നോളജും ഉള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് വാല്യൂ സ്പേസിലാണ് അവര് പറയുന്നത് അല്ലെ, ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. രണ്ട് ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്? ജോലിക്ക് അനുയോജ്യനാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് അപേക്ഷകരെ അവലോകനം ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപേക്ഷകരുടെ പട്ടികയിൽ നിന്ന് ശരിയായ ആളുകളെ തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളവരെ റിജക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി എന്തുകൊണ്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സിനെയും നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? ഏത് അർത്ഥം വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്ത് ബാക്കിയുള്ളവരെ നമ്മൾ റിജക്റ്റ് ചെയ്താണല്ലേ കളയുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ാണോ? ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കും. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മള് കുറച്ച് ഡെഫിനിഷൻസ് 4 ഡെഫിനിഷൻസ് പഠിക്കാറുണ്ട്. ആരുടെയൊക്കെയാണ് ഡെഫിനിഷൻ ചോദിക്കാം. ഓക്കെ, ഓരോന്നും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. റിക്രൂട്ട്മെന്റിന് അങ്ങനത്തെ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ സെലക്ഷനും കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഇതാരുടെ ഡെഫിനിഷൻസ് ആണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഓരോന്നും കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ഇപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം കേട്ടോ നമുക്ക്. According to Shimon and Osborne, selection is a series of steps from initial applicant screening to final hiring of the new employees. എന്താ പറയുന്നത്? ഷിമോനൊക്കെ എന്താ പറയുന്നത്? ആൻഡ് ഓസ്ബോൺ ഇവരുടെ അഭിപ്രായത്തില് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ ഈസ് എ സീരീസ് ഓഫ് step from initial applicant screening to final hiring of the new employees. ഇത് അതിന്റെ അർത്ഥം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇതിന്റെ മലയാളാർത്ഥം ഇങ്ങനെയാണ്: പ്രാരംഭ അപേക്ഷകരുടെ സ്ക്രീനിംഗ് മുതൽ പുതിയ ജീവനക്കാരന്റെ അന്തിമ നിയമനം ഈ ഘട്ടങ്ങളുടെ ഒരു പരമ്പരയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ സെലക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് പ്രാരംഭ അപേക്ഷകരുടെ സ്ക്രീനിംഗ് മുതൽ പുതിയ ജീവനക്കാരന്റെ അന്തിമ നിയമനം. ഈ ഘട്ടങ്ങളുടെ ഒരു പരമ്പരയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോ വലുത് മനസ്സിലായോ? കറക്റ്റ് ആയിട്ട് പറയാം. എന്താണ് നമ്മൾ ആദ്യം എന്താണ് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആഡ് കൊടുക്കും
ആഡ് കൊടുത്തിട്ട് പല അപേക്ഷകളും വരും അല്ലെ. അപേക്ഷകൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഒരാളെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിക്കും. അയാളെ എന്താണ് പലതരത്തില് നമ്മള് പരിശോധിക്കില്ലേ. ആദ്യം എന്താണ് പല പല ടെസ്റ്റുകളിലൂടെ, അല്ലെങ്കിൽ എന്താണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും. അതുപോലെ തന്നെ പല ടെസ്റ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇല്ലേ. അങ്ങനെയൊക്കെയാണ് ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെ. പല പല സ്ക്രീനിങ് പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. ഫൈനൽ ആയിട്ട് നമ്മുടെ കമ്പനിക്ക് യോജിച്ച ആൾ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. അതാണ് ഇവിടെ ഇവര് ഉദ്ദേശിക്കുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാല് ഇവരിവിടെ പറയുന്നതിനുള്ള ഉള്ളടക്കമാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? പല പരിശോധനകളും പല ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതുപോലെ ഇപ്പൊ ഒരു ടോപ്പിക് കൊടുത്തിട്ട് സംസാരിക്കാൻ പറയും. ഇതൊക്കെ ചെയ്യാറുണ്ട് ഇന്റർവ്യൂസിൽ കേട്ടോ. ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും പല രീതിയിലൂടെ ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നു. മനസ്സിലായോ? പല പരിശോധനകളും നടത്തി ആളുകളെ നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നു, കറക്റ്റ് ആയിട്ടുള്ള ആളാണോ എന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഇതിനിവിടെ പറയുന്ന സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ ആണ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ടെറി നോളിൻസ്കി, selection is the process of making a higher or no higher decision regarding each applicant for the job. എന്തറിയാലോ സെലക്ഷൻ എന്ന് പറഞ്ഞാല് ഹയർ ഓർ നോ ഹയർ അല്ലെ. ചിലപ്പോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യുന്ന ആ പ്രോസസ്, ആ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഓക്കെ ആണോ? രണ്ടാമത്തെ ഡെഫിനിഷൻ, സെലക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഹയർ ഓർ നോ ഹയർ ഡിസിഷൻ റിഗാർഡിംഗ് ഈച്ച് ആപ്ലിക്കന്റ് ഫോർ എ ജോബ്. ജോലിക്കായിട്ട് എന്താണ് ഓരോ അപേക്ഷകനെയും സംബന്ധിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെ റിജക്ട് ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചിലപ്പോ റിജക്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഹയർ ഓർ നോ ഹയർ ഡിസിഷൻ റിഗാർഡിംഗ് ഈച്ച് ആപ്ലിക്കന്റ് ഫോർ എ ജോബ്. കിട്ടിയോ? ഡൗട്ട് വരുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ. According to Stephen P. Robbins and Mary Coulter, എന്താണ്, സെലക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് സ്ക്രീനിങ് ജോബ് അപ്ലിക്കേഷൻസ് to ensure that the most appropriate candidate are hired. Selection is the process of screening job application to ensure that the most appropriate candidates are hired. എന്താ പറയുന്നത്? ഏറ്റവും അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജോലി അപേക്ഷകൻ പരിശോധിക്കുന്ന പ്രക്രിയ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എംപ്ലോയർ ഉണ്ടാവും, എംപ്ലോയി ഉണ്ടാവും അല്ലെ. എംപ്ലോയർ ആണ് മാനേജർ എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂ നടത്തുന്ന ആള്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാര്യങ്ങൾ അല്ലെ, ഇവര് അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ആള് ഏറ്റവും നമ്മുടെ കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആള് ആണോ എന്ന് പരിശോധിക്കുന്നുണ്ട് അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി ടെസ്റ്റുകൾ നടത്തി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കമ്പനിക്ക് യോജിച്ച കാൻഡിഡേറ്റ് ആണോ എന്ന് ഉറപ്പിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. അതാണ് അവര് അവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ക്ലിയർ ആയോ? ഏറ്റവും അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജോലി അപേക്ഷകൾ പരിശോധിക്കുന്ന പ്രക്രിയ. മനസ്സിലായോ?
എംപ്ലോയർ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയർ സെലക്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ എന്ന് നമ്മൾ ആ അപേക്ഷകൾ നോക്കിയിട്ട് ഉറപ്പിക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടാവുന്നുണ്ടോ മക്കളെ? ഇനി നെക്സ്റ്റ് കേട്ടോ, ലാസ്റ്റ് വണ്ണാണ്. According to diary order, selection is the process by which candidates for employment and are divided into classes. Those who will be offered employment and those who will not. എന്താണ് ഇവിടെ പറയുന്നത്? ഡെയിലി ഓർഡർ പറയുന്നത് എന്താണ്? ജോലികൾക്കുള്ള ഉദ്യോഗാർത്ഥികളെ 2 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ, 2 സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്? സെലക്ഷൻ. എന്താണ്? അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ 2 ക്ലാസ്സുകളാക്കി തിരിച്ചിരിക്കുന്ന ആ പ്രോസസ്സിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് എന്താണ്? തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ അല്ലാത്തവരുണ്ടാവും അല്ലെ. ഓക്കെ, നമ്മൾ എന്താണ്? സെലക്ട് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എന്താണ്? തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരുണ്ടാവും. മനസ്സിലായോ? തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരും അതുപോലെ തന്നെ അല്ലാത്തവരും, അങ്ങനെയുള്ള 2 ക്ലാസ്സുകളാക്കി തിരിച്ചിരിക്കുന്നതിനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് 4 ഡെഫിനിഷൻ ഒന്നും കൂടി പറഞ്ഞു കേട്ടോ. ജോലിക്കുള്ള ഉദ്യോഗാർത്ഥികളെ 2 ക്ലാസ്സുകളായി തിരിച്ചിരിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഒന്ന് തൊഴിൽ വാഗ്ദാനം ചെയ്തവരും അതുപോലെ തന്നെ അല്ലാത്തവരും. Those who will not. അല്ലാത്തവരും ഈ പ്രോസസ്സിൽ ഉണ്ടാവും. നമ്മൾ പഠിച്ചത് 4 ഡെഫിനിഷൻസ് ആണ് കേട്ടോ. സെലക്ഷനെ കുറിച്ച് 4 ഡെഫിനിഷൻസ് ആണ് പഠിച്ചത്. ഓരോ ഡെഫിനിഷനും കറക്റ്റ് ആയിട്ട് ഓരോ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ രീതിയിൽ ഓരോന്നും പഠിച്ചു വെക്കാം. ഇത് ആരുടെ ഡെഫിനിഷൻസ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ നമുക്ക് എടുത്തെഴുതാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പോർഷൻ തുടങ്ങി എടുക്കാം. ഇത്രയും വരെയും കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ഇത്രയും വരെ എടുത്തത് ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.